ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തിക പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്, പ്രകാശിന് എവിടെയോ കണ്ട പോലെ ഒരു തോന്നല്. എന്നെയോ? അതെ. ചെന്നൈയിലേക്ക് എങ്ങാനും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ചെന്നൈയിലേക്കോ? ഭാര്യ മക്കളൊക്കെ ആയിട്ട് ചിലപ്പോ അമ്പലത്തിലെങ്ങാനും പോവാൻ വന്നിട്ടുണ്ടാവുമായിരിക്കും. അല്ലാതെ ചെന്നൈയിലേക്ക് വരാൻ ചാൻസ് ഒന്നും ഇല്ല മാഡം എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക ഫ്ലാഷ് ബാക്ക് ഓർക്കുവാണ്. തന്റെ അമ്മേനെ പ്രണയിച്ച് പറ്റിച്ച് ചതിച്ചിട്ട് ഗർഭിണിയായിട്ട് 7-ാം മാസം ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞപ്പോ മുങ്ങിയ പ്രകാശിനെ മൂങ്ങമുത്തശ്ശിനെ കുറിച്ച് ആലോചിക്കാട്ടോ കാർത്തിക ദേഷ്യം വരുന്നതാണ്. അങ്ങനെ പ്രകാശിനെ വിശ്വസിക്കുന്ന കാർത്തികയുടെ പാവപ്പെട്ട അമ്മയുടെ 7-ാം മാസത്തെ ചടങ്ങൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മുത്തശ്ശിയും കൂടി, അതായത് അമ്മുമ്മയും കൂടി അറിഞ്ഞിട്ടാണ് പ്രകാശിന് ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു കാദംബരി ജനിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത്, നമ്മുടെ കല്യാണി ജനിച്ച് കഴിഞ്ഞിട്ടാണ് കാർത്തിക ജനിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പ്രകാശിന് വിക്രം ഉണ്ടായത്. അങ്ങനെയാണ് 4 പിള്ളേർ കേട്ടോ. കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.